ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റമദാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ അത്താഴമാണ്, ഈ വർഷത്തെ ആദ്യത്തെ അത്താഴമാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 4 മണിക്കാണ് അലാറം വെച്ച് എഴുന്നേറ്റത്. എന്നിട്ട് വാഷ്റൂമിലൊക്കെ പോയി ശേഷം ഗ്ലൂ ചെയ്ത് വന്നിട്ട് ഊതൊന്ന് പോപ്പിച്ചതിന് ശേഷം ആദ്യം തഹജ്ജുദ് നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തഹജ്ജുദൊക്കെ നിസ്കരിച്ചു. നമ്മൾ ഇത്രയും നേരത്തെ എണീറ്റിട്ട് പിന്നെ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ എപ്പോഴും നമുക്ക് ടൈമിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാറില്ല അധികം. അപ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ചു. കുറച്ച് ദുഃഖറും കാര്യങ്ങളൊക്കെ ചൊല്ലി നേരെ കിച്ചണിൽ പോയിട്ട് വെള്ളം തിളപ്പിച്ചു. പിന്നെ അതുപോലെ ചായ ഉണ്ടാക്കി, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അത്താഴത്തിന് വേണ്ടിയിട്ട്. ഇക്കാക്കും മോൾക്കും ദോശ ഉണ്ടാക്കുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഓട്സുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രാവശ്യത്തെ നോമ്പിന് കുറച്ച് മധുരമൊക്കെ കുറച്ച്, അങ്ങനെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാതെ അങ്ങനെ ചെറിയ രീതിയിലൊന്ന് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പം ഞാൻ ഓവർനൈറ്റ് ഓട്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി പാല് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അപ്പുറത്തടുപ്പിൽ തന്നെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതാവുമല്ലോ, പിന്നെ എല്ലാവർക്കും ഇഷ്ടവും അങ്ങനെയാണ്. അപ്പോൾ ഒരു അടുപ്പിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അത് അരി അരച്ചിട്ട് തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ. പിന്നെ പുറത്തടുപ്പിൽ കുറച്ച് മാത്രം, എനിക്കൊരാൾക്ക് മാത്രമുള്ള ക്വാണ്ടിറ്റിയിൽ കുറച്ച് ഓട്സും ഉണ്ടാക്കുന്നുണ്ട്. റോൾഡ് ഓട്സാണ്. അപ്പോൾ ദോശയായി വരുന്നുണ്ട്. ഓരോ ദോശ ആവുന്നതിനനുസരിച്ച് അപ്പുറത്ത് അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട് കേട്ടോ, ചൂടോടെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ഓട്സും റെഡി ആയിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അത്താഴമൊക്കെ കഴിച്ചു. പിന്നെ നേരെ അത്താഴം വെച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കിച്ചണിലെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം ഖുർആൻ ഓതി, പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു. ഒരു 1-2 മണിക്കൂർ കുറച്ച് ടൈം അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കിയിട്ട്, പിന്നെ ആദ്യം തന്നെ ഫ്രീസറിൽ നിന്ന് കുറച്ച് ബീഫും കുറച്ച് ചിക്കനും നമ്മൾ ഓൾറെഡി മുന്നേ വാങ്ങിച്ച് വെച്ചാൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ടു ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട്. പിന്നെ ചെറിയ മോൾക്കും മോൻക്കും, അവർക്ക് നോമ്പില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉച്ചക്കത്തേക്ക് കുറച്ച് കഞ്ഞിയാണ് വെച്ചത്. പിന്നെ രാവിലെ ഒരു ദോശ കഴിച്ചു, അവർ എണീറ്റിട്ട് പിന്നെ ദോശ കഴിച്ചു. അപ്പോൾ ഉച്ചത്തേക്ക് കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കഞ്ഞി ഉണ്ടാക്കി, പൊടിയേറ്റിട്ടൊരു കഞ്ഞി. അവർ രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് കഴിച്ചു. അപ്പോൾ അതിനാകുമ്പോൾ അധികം കറിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയത്. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്, കാരണം സൂപ്പിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ടിട്ട് ആണ് വിസിലടിക്കുന്നത്. ഉരുളക്കിഴങ്ങും കൂടി വേവാനുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ
കൂടുതലെന്ന് വെച്ചാൽ നോർമൽ സൂപ്പിനാകുമ്പോൾ ഞാൻ ഈ കുക്കറിലൊരു 2 വിസിലൊക്കെയാണ് അടിക്കാറ്. അപ്പോൾ ഇന്നൊരു 3-4 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പിന്നെ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആ ഒരു സമയമൊക്കെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ വേവിക്കാനുള്ള സാധനങ്ങളൊക്കെ വേവിച്ച് വെച്ചാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു, അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ചെയ്തത് ബീഫ് ഒക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കട്ടൊക്കെ വിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബീഫ് കറിയും നേരത്തെ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ആദ്യം അതിൻ്റെ വെള്ളപ്പാടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ ബീഫൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ അങ്ങനെ വെക്കുന്ന കറിയാണ് വെക്കുന്നത്. അപ്പോൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അങ്ങനെ എല്ലാ ഐറ്റംസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ ഫ്ലേവർ ബീഫ് കറിയിൽ നല്ല ടേസ്റ്റാവും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറുകിയ രീതിയിലുള്ള കറിയാണ്, കൊണ്ട് ഒരുപാട് വെള്ളമായിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് അതിൻ്റെ ഒപ്പം ഉള്ള അത്രയും വെള്ളം വെച്ചിട്ട് വേവിക്കാം. ബീഫ് കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ പത്തിരിക്ക് പൊടി വട്ട് ചെയ്ത്, അപ്പോൾ ഞാൻ കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്കും കൂടി എടുക്കാം. പിന്നെ അതുപോലെ അത്താഴത്തിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പൊടി എടുത്തു. പത്തിരി എല്ലാ ദിവസവും അങ്ങനെ പരത്തി ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് അങ്ങനെ വെച്ചു. അങ്ങനെ കുറച്ച് പരത്തി എല്ലാം ചെയ്തു. ഇപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തുക. അപ്പോൾ അതിന് ഞാനൊരു ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കവറിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പരന്ന് വരുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി വാങ്ങിക്കില്ലേ, അതിൻ്റെ കവറാണ്. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം പരത്തിയിരുന്നു കുറച്ച് മാറ്റി വെക്കാനുള്ളത് മാറ്റി വെച്ചു. ആദ്യം ഒരു പാത്രത്തിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെ അതിൽ പത്തിരി ഇത് പരത്തിയത് വെച്ചതിന് ശേഷം നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറാണ്, അത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഇനി ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യം ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫില്ലിങ് തന്നെയാണ്, ആ ഒരു ഫില്ലിങ്ങാണിത്. പക്ഷേ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്കാണ്. ഇതിലൊക്കെ ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ
മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി. മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം. കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർത്തിട്ടില്ല. പിന്നെ അത്രയും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ മസാല പൗഡറിനെ കുറച്ച് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, അതും കൂടി ചേർത്താൽ നല്ലതാവും. പിന്നെ അതിലോട്ട് പിന്നെ മല്ലിയില, അതുപോലെ കറിവേപ്പില അതൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. പൊടികളും ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ ആ ഫ്ലേവറെല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ അതിലോട്ട് പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ്റെ കൂടെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതും അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നമ്മൾ നേരത്തെ മസാലയും ചിക്കനും ഉള്ളിയും എല്ലാം കൂടിയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ കട്ട്ലേറ്റിനൊരു മിക്സിൻ്റെ പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കട്ട്ലേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ബാക്കി പരിപാടികളുണ്ട്. അപ്പോൾ ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അത് ഇതുപോലെ ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 സെയിം ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണത്. കത്തിയിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം, പക്ഷെ ഇതുപോലെ ഒരു പാത്രം വെച്ച് അമർത്താണ് ബെറ്റർ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കുക. കുറച്ച് ചീസ് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കോഴിമുട്ടയിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ ബ്രെഡ് ക്രംസിലും കൂടിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അങ്ങനെ വെക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ബ്രെഡ് അങ്ങനെ പൊടിച്ച് വെച്ച്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ റൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ബ്രെഡ് ക്രംസ് ആക്കി വെച്ചാൽ മതി. ഞാൻ ആദ്യം എളുപ്പത്തിന് വേണ്ടി കുറച്ച് പൊടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. അത് ഒരുപാട് ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും ഓരോന്നുള്ള രീതിയിൽ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 5 പേരുള്ളതുകൊണ്ട് 5 എണ്ണം മാത്രമാണ് റെഡിയാക്കുന്നുള്ളൂ. ഇനി നേരെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട്, എണ്ണയല്ല വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കാരണം ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല. മുകളിലത്തെ ബ്രെഡിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അപ്പുറം ഒന്ന് മറിച്ച് കൊടുത്ത് നേരെ കോരി വെക്കാം. അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എണ്ണ കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ പറയുന്നത്. പിന്നെ നമ്മൾ പത്തിരി ഇതുപോലെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. ഇത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഡ്രിങ്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റൂഅബ്സ ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കിയിരുന്നല്ലോ പൈനാപ്പിളിൻ്റെ, അതും കൂടിയിട്ട് ഉണ്ടാക്കി. അങ്ങനെ എല്ലാം സെറ്റായി. അൽഹംദുലില്ലാ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ച്. റൂഅബ്സ, അതുപോലെ പൈനാപ്പിൾ സ്ക്വാഷ് വെച്ചിട്ടുണ്ടാക്കിയ ഡ്രിങ്ക്, പിന്നെ സ്നാക്ക്, കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തു,
പിന്നെ കുടിക്കാനുള്ള അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു.